അടുത്തിടെയാണ് അതിവിചിത്രമായ ഈ ഫിറ്റ്നസ് ട്രെൻഡിന് അമേരിക്കയിലുടനീളം വലിയ പ്രചാരം ലഭിക്കാൻ തുടങ്ങിയത്. മസിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നിരവധി ഗുണഗണങ്ങൾ മുലപ്പാലിലുണ്ടെന്നാണ് പല ബോഡി ബിൽഡർമാരും വിശ്വസിക്കുന്നത്. സംഗതി ട്രെൻഡിംഗ് ആയതോടെ ഓൺലൈൻ വഴിയുള്ള മുലപ്പാൽ വിൽപ്പന അമേരിക്കയിൽ തകൃതിയാണ്. എത്ര വലിയ തുക ചെലവഴിച്ചും അത് വാങ്ങാൻ ബോഡി ബിൽഡർമാരും തയ്യാറാണ്. ആയിരക്കണക്കിന് ഡോളറാണ് പലരും ഇതിലൂടെ സമ്പാദിക്കുന്നത്. നിരവധി സ്ത്രീകളോട് സംസാരിച്ച ന്യൂയോർക്ക് പോസ്റ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ ട്രെൻഡിന്റെ വിശദ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടാണ് മുലപ്പാലിന്റെ കച്ചവടം നടക്കുന്നത്. 3500 ഔൺസിലധികം മുലപ്പാൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് 31 വയസ്സുകാരിയായ കെയ്റ വില്യംസ് വെളിപ്പെടുത്തിയത്. അതിലൂടെ പ്രതിദിനം $800 സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് കെയ്റ പറയുന്നത്. ഔൺസിന് $2 എന്ന നിലയ്ക്കായിരുന്നു അവർ വിൽപ്പന നടത്തിയത്. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഈ ട്രെൻഡ് അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി മെഡിക്കൽ വിദഗ്ധരും രംഗത്ത് വരുന്നുണ്ട്. മുതിർന്നവരുടെ പോഷകാവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒന്നല്ല മുലപ്പാൽ എന്നാണ് അവർ പറയുന്നത്. ജിമ്മിലെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നല്ല മുലപ്പാൽ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 88% വെള്ളമടങ്ങിയ 2.5 ഗ്രാം മാത്രം പ്രോട്ടീനെ മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ളൂ എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പക്ഷം. അതേസമയം പശുവിൻ പാലിൽ നിന്ന് 7.9 ഗ്രാം പ്രോട്ടീൻ ലഭിക്കുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഒരു പരിശോധനയിലൂടെയും കടന്നു പോകാത്ത മിൽക്ക് ബാങ്കുകളിൽ നിന്നല്ലാതെ ഓൺലൈനിലൂടെ വാങ്ങുന്ന മുലപ്പാൽ ചിലപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള പോഷക സമൃദ്ധമായ ഒന്ന് മാത്രമാണ് മുലപ്പാൽ. ഇതിൽ ലാക്ടോഫെറിൻ പോലുള്ള പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, എൻസൈമുകൾ, നവജാത ശിശുവിന്റെ രോഗപ്രതിരോധ ദഹന സംവിധാനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ഹോർമോണുകൾ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്.